മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് വന്നിട്ട് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ആൻഡ് അതിൻ്റെ കൂടെ ബെൽ ബട്ടനോട് എനേബിൾ ചെയ്താൽ സോ ദാറ്റ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷായി പല്ലൊക്കെ തേച്ച് റെഡിയായി. ഇനി നമുക്ക് ജിമ്മിൽ പോകണം. സോ ജിമ്മിൽ പോകുമ്പോൾ കുടിക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കോഫി ഇടുന്നുണ്ട്. സോ പഞ്ചസാര ഒന്നും ഇടാതെ ബ്ലാക്ക് കോഫി മാത്രമാണ്. അപ്പോൾ നമുക്ക് അത് ഇട്ട് വെച്ചിട്ട് ഒന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി റെഡിയായി വരാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് കോഫി ഇട്ടു. ഇനി ഒരു കപ്പ് വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഞാനിവിടെ ജിമ്മിൽ പോകാനായിട്ട് റെഡിയായി. ബ്ലാക്ക് കോഫിയും കുടിച്ചു, നട്ട്സൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ജിമ്മിൽ പോവാം. ഇന്ന് ഞങ്ങൾ യൂഷ്വലി പോകുന്ന ജിമ്മിലല്ല കേട്ടോ പോകുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മനുഷ്യന് 2 ജിമ്മുണ്ട് കേട്ടോ. അതിലൊന്ന് ഇപ്പോൾ ഈയിടെയായിട്ട് റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. സോ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. അപ്പോഴേ നമ്മൾ ജിമ്മിലൊക്കെ എത്തി. ഇതാണ് മനുഷ്യൻ റീസെൻ്റ്ലി റിനോവേഷൻ ചെയ്ത ജിമ്മ്. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആയത് കാരണം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പുതുതായിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യനും വിപിനും കൂടെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം നമുക്കിന്ന് വർക്കൗട്ട് ബാക്കും ബൈസും ആണ്. അപ്പം നമ്മൾ ബാക്കും ബൈസും ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മേഘയും പൂജയും കൂടെ ആണ് കേട്ടോ വർക്കൗട്ട് ചെയ്യുന്നത്. വിപിൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വർക്കൗട്ടിൻ്റെ ഇടയ്ക്കുള്ള റെസ്റ്റ് ടൈമിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറേ പുതിയതായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ജിമ്മിൽ ഇല്ലാത്തതായിട്ടൊക്കെയുള്ള കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുള്ളപ്പാണ്. പുള്ളപ്പിന് നമ്മുടെ ജിമ്മിൽ ഈ പുള്ളപ്പിന് മെഷീനായിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ അതായത് മെഷീനായിട്ടൊക്കെ ഉണ്ട്. സോ ഇനി ബാക്കി വിശേഷങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം കാണാം. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. സോ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഞാൻ വീട്ടിലെത്തി, കുളിച്ചു, ഫ്രഷായി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റെഡിയായി നിൽക്കുന്ന എങ്ങോട്ടേക്ക് പോകാനാന്ന് വെച്ചാൽ ഞാൻ ലക്ഷ്മിയോട് ഒന്ന് പുറത്ത് പോവാണ്. സോ ഞാൻ ഇവിടെ റെഡി ആവുകയാണ്. ഞങ്ങൾ രണ്ടാളൂടെ ഒരു കുട്ടി ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി. കുറേ നാളായി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ട്. സോ ഞാനിവിടെ ലഞ്ച് കഴിച്ചിട്ട് പോവാണ് ഞങ്ങൾ. സോ ഞാനിവിടെ ലഞ്ച് കഴിക്കുന്നത് ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്, അതേപോലെ കോവയ്ക്ക മെഴുക്കുരട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് പുറത്ത് പോവാണ്. പോകുന്ന വഴി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മാവേലിക്കര ട്രെൻഡ്സിൽ വന്നേക്കാണ്. അവൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്ന് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കൂടെ ഡ്രസ്സ് എടുത്തിട്ടോ. അവൾക്ക് കുറച്ച് എത്നിക് ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു കേട്ടോ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളത് ട്രൈ ചെയ്യായിരുന്നു. ഞാനെടുത്തത് എത്നിക് വെയർ അല്ലാതെ ഒരു നമ്മൾ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു ഷോർട്ട് ടോപ്പും ഒരു ഷോർട്ട് കുർത്തിയും അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. കംപ്ലീറ്റ്ലി എത്നിക് വെയർ അല്ല. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം നോക്കി ട്രയലൊക്കെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു. ഇനി ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് 2 ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പാൻറ് നോക്കണ്ട, അതിങ്ങനെ ഇട്ടുകൊണ്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ടോപ്പും അതേപോലെ അവളുടെ ടോപ്പും ഇതാണ് കേട്ടോ. ഇതാണ് അവൾ എടുത്തതും ഞാൻ എടുത്തതും. ട്രഡീഷണലും ഒരു വെസ്റ്റേൺ വിയറും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കഫേ ലൂമിലേക്കാണ് കേട്ടോ. മാവേലിക്കര തന്നെയുള്ള ഒരു അടിപൊളി കഫേയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഫേയാണ്. നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. നല്ല അടിപൊളി ആംബിയൻസും അടിപൊളി ഫുഡും ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ ഈ കഫേ ലൂമ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയൊക്കെ ആയിട്ട് ഫ്രണ്ട്സായിട്ടും വരും, ഫാമിലി ആയിട്ടും വരും, എല്ലാവരുമായിട്ട് ഇവിടെ വരും കേട്ടോ. ഒരു കുട്ടി സ്പേസാണ്, പക്ഷെ നല്ല അടിപൊളി വൈബാണ്. ഒരു ചെറിയ ഡിസ്ക്ലൈമർ ഉണ്ട്. നമ്മുടെ ഈ വ്ലോഗ് 2 പാർട്ടാണ് കേട്ടോ. ഇവിടം വരെ ഒരു പാട്ടും ഇനി അങ്ങോട്ടേക്കുള്ളത് അടുത്ത പാർട്ടുമാണ് കേട്ടോ. ഇവിടം വരെയുള്ള പാട്ട് വീഡിയോസ് എടുത്തതും എല്ലാം ഞാനാണ്. ഇനി അങ്ങോട്ടേക്കുള്ളതെല്ലാം ലക്ഷ്മിയുടെ കയ്യിലാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള വ്ലോഗ് മുഴുവൻ അവളുടെ വകയാണ്. പൂജാസ് വ്ളോഗിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ മാവേലിക്കരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള
കഫേ ലൂമ എന്ന് പറഞ്ഞൊരു കഫേയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര സൂപ്പറാണ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന മറന്നുപോയി, ഒന്നുകൂടെ ഓർത്തിട്ട് പറയാം. ഫുഡ് തരട്ടെ, അപ്പോൾ അതിനകത്ത് ഫുഡിനെ കാണിക്കാം. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമാണ്. ഫുൾ ഇങ്ങനെ പാടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആംബിയൻസ് ആണ്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഈ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു കഫേയാണ്. എന്തായാലും സപ്പോർട്ട് ലിങ്ക്. അപ്പോൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. ഗൈസ്, നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിറ്റിംഗ് ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇവർ ഏതൊക്കെ പാട്ടിട്ടിട്ടുണ്ട്, ഏത് പാട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല നമ്മൾ വൈബ് ചെയ്യണം. ഈ ബർഗറിൻ്റെ ചീസ് ഏകദേശം ഉരുകി തീരാറായി. ചിലപ്പോൾ ഇനി മെൽറ്റഡ് ചീസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബർഗറായിരിക്കും. മധുരം. ഇനി ഇത് ബ്ലെൻഡ് ചെയ്ത് പനീറുമായിട്ട്, ഞാനൊരു പനീർ ബർഗറായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനി ബ്ലെൻഡ് ആയിട്ട് ചിലപ്പോൾ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. കഫേയിലെ എല്ലാം ഫ്യൂഷൻ ഡിഷ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണൂ കണ്ണ് തുറന്ന് കാണൂ. ഇനി എന്നെ എടുക്കും ക്യാമറമാൻ പൂജയോടൊപ്പം ലക്ഷ്മി. അപ്പോൾ ഞങ്ങളുടെ കുറേ നേരത്തെ വീഡിയോ എടുക്കലിനും പരദൂഷണം പറച്ചിനും ഒടുവിൽ ഞങ്ങളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കടക്കാർ ഞങ്ങളെ ഇറക്കി വിടാഞ്ഞത് എന്തോ ഭാഗ്യത്തിലാണ്. കിട്ടാൻ കുറച്ച് ലേറ്റ് ആയാലെന്താ, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നേ വരെ ഇവിടെ വന്നിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ്. സോ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാനൊരു ചിക്കൻ ട്രാപ്പും മാംഗോ ഷേക്കും അതേപോലെ അവളൊരു പനീർ ബർഗറും ബട്ടർ സ്കോച്ച് ഷേക്കുമാണ് കുടിച്ചത്. സോ ഇനി ഞങ്ങൾ ഇറങ്ങി ഇവിടുന്ന് എൻ്റെ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. പെട്ടെന്നൊരു ട്രാൻസിഷൻ വന്നത് ഇങ്ങോട്ടേക്കാണല്ലേ. ഇതെൻ്റെ നൈറ്റിലെ ഫുഡാണ്. ഞാൻ നൈറ്റിൽ ഡിന്നറിന് ഇതാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അവൾ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയി. ഇനി നമ്മൾ ഓണത്തിനെ കാണുള്ളൂ, ഓണത്തിൻ്റെ അവൾ വരെയുള്ളൂ. സോ എനിക്കിനി കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കുക്കുംബർ കഴിക്കുകയാണ്. കുറച്ച് ഏറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ കാണുന്നവരെ സീ യു ദെൻ ബൈ.